നിങ്ങൾ ഈ മൗഗ്ലിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? മൗഗ്ലിയുടെ കാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കാർട്ടൂണുകളിലൂടെയും അതുപോലെ കഥകളിലൂടെയൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ കഥാപാത്രമാണ് മൗഗ്ലി. മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമായി ഏകദേശം 1920 സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ സ്വന്തം മൗഗ്ലിയുടെ കാട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ദ ലാൻഡ് ഓഫ് ജംഗിൾ ബുക്ക് എന്നാണ് ഈ കാട് അറിയപ്പെടുന്നത്. ജംഗിൾ ബുക്ക് എന്ന കഥയിലെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ ഈ കാടിനെ ചുറ്റിപ്പറ്റിയാണ് രൂപപ്പെട്ടത്. ഇതൊരു ടൈഗർ റിസർവ് ആയതുകൊണ്ട് തന്നെ ബംഗാൾ കടുവകളും പുലികളും ഒരുപാട് മൃഗങ്ങളും പക്ഷികളും ഒക്കെ ആയിട്ട് ഒരുപാട് കാനന കാഴ്ചകളെല്ലാം കാണാൻ പറ്റുന്ന ഒരു അടിപൊളി കാടാണ് നമ്മുടെ മൗഗ്ലിയുടെ സ്വന്തം കാടായിട്ടുള്ള പെഞ്ച് ടൈഗർ റിസർവ്. ഞാനും ട്രിപ്പിംഗ് വൈബ്സിലെ നമ്മുടെ അരുൺ ബ്രോയും ചേർന്ന് നടത്തുന്ന നമ്മുടെ സ്വന്തം ട്രാവൽ കമ്പനി ആയിട്ടുള്ള വൈൽഡ് ബീസിന്റെ ഒരു ഒഫീഷ്യൽ ട്രിപ്പായിരുന്നു പെഞ്ച് ടൈഗർ റിസർവിലേക്കുള്ള ഈ ഒരു യാത്ര. മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമായിട്ട് ഒരുപാട് സഫാരി ഗേറ്റുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഇത്തവണ ചൂസ് ചെയ്തിട്ടുള്ളത് സൈറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള മധ്യപ്രദേശിലെ ടുറിയ ഗേറ്റിലേക്കാണ്. ടോട്ടൽ 5 സഫാരി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ചുരുക്കി 2 സഫാരിയിലായിട്ടാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മൃഗസമ്പന്നമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പം എങ്ങനെയാ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? 2 ദിവസത്തെ നമ്മുടെ ട്രെയിൻ യാത്രയുടെ ക്ഷീണമെല്ലാം കാരണം പൂളിൽ നല്ലൊരു കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഡേ അതിരാവിലെ തന്നെ നമ്മുടെ സഫാരിക്ക് റെഡിയാവുന്നത്. കൃത്യം 5:30 ആകുമ്പോഴേക്കും നമ്മുടെ സഫാരിക്ക് പോകാനായിട്ടുള്ള വണ്ടി ഇവിടെ റെഡിയാണ്. ഇതിൽ ഏകദേശം ഒരു 10 മിനിറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടുറിയ ഗേറ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ പോകുന്ന കൂട്ടത്തിൽ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും വണ്ടിയിൽ കരുതിയിട്ടുണ്ട്. കാരണം രാവിലത്തെ സഫാരിയുടെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 6 മണി തൊട്ട് 11:30 വരെയാണ്. അതുകൊണ്ട് കാട്ടിൽ വെച്ച് തന്നെ നമ്മൾ ഭക്ഷണവും കഴിക്കും. നമ്മൾ ക്യാമറ എടുക്കാണ്ടാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ ഗേറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് ക്യാമറ റെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ലിവിങ്സ്റ്റൺ ചേട്ടൻ ക്യാമറ കൊണ്ടുവരാതിരുന്നുകൊണ്ട് തന്നെ ആൾക്കൊരു ക്യാമറ എല്ലാം റെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഗേറ്റിനകത്തേക്ക് കയറിയത്. ഈ ഗേറ്റ് വരെ മാത്രമാണ് നമുക്ക് മൊബൈൽ കൊണ്ടുപോകാനായിട്ടുള്ള പെർമിഷൻ ഉള്ളൂ. ഇനി മൊബൈൽ ആരെങ്കിലും കയ്യിൽ കരുതിയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഷോപ്പിൽ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ലോക്കറിൽ മൊബൈലെല്ലാം വെച്ച് ഇവിടെ നമ്മുടെ രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് കാട്ടിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് നിന്ന് വഴി 3 തിരിയുന്നത് കണ്ടില്ലേ? ഇവിടെ സോൺ 1, 2, 3 അങ്ങനെ 3 സോണുകളാണുള്ളത്. അതിൽ 3 സോണുകളിലൂടെയും നമുക്ക് പോകാമെങ്കിലും രാവിലെ നമ്മൾ കയറുന്ന ആ ഒരു ടൈമിൽ ഈ സഫാരിയുടെ ആ ഒരു റഷ് എല്ലാം ഒഴിവാക്കാനായിട്ട് ഉള്ള വണ്ടികളെല്ലാം തന്നെ 3 സോണുകളിലേക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും വിടുക. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് 3ാമത്തെ സോണിലേക്കാണ്. അതിരാവിലെ നമ്മൾ ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കൂട്ടം വൈൽഡ് ഡോഗ്സ് ആയിരുന്നു. രാവിലെ തന്നെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഒപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ കൂട്ടമായിട്ട് ഇങ്ങനെ നടക്കുന്നത്. സാധാരണ ഇതുപോലുള്ള വൈൽഡ് ഡോഗ്സിൻ്റെ കൂട്ടത്തെ പാക്ക് ഓഫ് വൈൽഡ് ഡോഗ്സ് എന്നാണ് പറയാറുള്ളത്. നമ്മൾ ഈ കാണുന്ന കൂട്ടത്തിൽ ഏകദേശം 7 വൈൽഡ് ഡോഗ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ചില ടൈമിൽ 20 വൈൽഡ് ഡോഗ്സിന് മുകളിലുള്ള പാക്സിന് വരെ നമുക്ക് കാണാനായിട്ട് പറ്റും. കാഴ്ചയിൽ നമ്മുടെ സാധാരണ ഡോഗ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വലിപ്പം കുറവായിട്ടുള്ള ഈ വൈൽഡ് ഡോഗ്സ് അവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അത്ര പുറകിലൊന്നുമല്ല. അങ്ങനെയാണെങ്കിലും ഒറ്റയ്ക്ക് ഒരു വലിയ ഏരിയയൊക്കെ കീഴടക്കാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇവർ പൊതുവെ കൂട്ടമായിട്ടാണ് ഈ മാനുകളെയും മ്ലാവുകളെയും എല്ലാം അറ്റാക്ക് ചെയ്യാറുള്ളത്. ചില ടൈമിൽ കടുവയുടെയും അതുപോലെ തന്നെ ലെപ്പേർഡിൻ്റെ എല്ലാം കയ്യിൽ നിന്ന് ഫുഡ് തട്ടിയെടുത്ത് ഇവർ കഴിക്കാറുമുണ്ട്. ഈ വൈൽഡ് ഡോഗ്സിൻ്റെ ഒരു വേട്ടയാടുന്ന രീതി എന്ന് പറയുന്നത് നമ്മുടെ ഹൈനകളുടെ വേട്ടയാടലുമായിട്ട് ഏകദേശം സാമ്യമുണ്ട്. കാരണം ഇവർ ഒരു ആനിമലിനെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അത് മരിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പകുതിയോളം ഇവരെല്ലാം ചേർന്ന് കഴിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവർ കൂട്ടത്തോടെയാണ് വേട്ടയാടുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നതിനായിട്ട് ഇവർ മറ്റുള്ളവർ കഴിക്കുന്നതിന് മുമ്പ് തന്നെ മാക്സിമം കഴിക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇരയെ പിടിച്ച് താഴെ വീണ ഉടനെ തന്നെ ഇവർ കഴിച്ചു തുടങ്ങുന്നത്. അതിൻ്റെ അർത്ഥം ഇവർ ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് മാത്രമാണ് കഴിക്കുക എന്നല്ല. അങ്ങനെ വൈൽഡ് ഡോഗ്സിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് ഒരു ഹനുമാൻ ലങ്കൂറിൻ്റെയും അതുപോലെ തന്നെ മാനുകളുടെയും അലാം കോൾ കേട്ടത്. അതിനർത്ഥം ഇവിടെ അടുത്തെവിടെയോ കടുവയോ പുലിയോ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ കാടിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നു നമ്മുടെ ആദ്യത്തെ കടുവ. നമ്മുടെ ഇന്നത്തെ സഫാരിയിൽ 1/2 മണിക്കൂർ പോലും ആയിട്ടില്ല നമ്മുടെ ആദ്യത്തെ കടുവയെ നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ കിട്ടി. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെയായിട്ടാണ് ഈ ഒരു കടുവ നടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിലും ഈ മരങ്ങളുടെ ഇടയിലൂടെ കടുവ ഇങ്ങനെ നടന്നു പോകുന്ന ആ ഒരു ഫ്രെയിം നല്ല രസമല്ലേ കാണാനായിട്ട്. ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ടൈഗ്രസ് ആണ് നമ്മൾ ഈ കാണുന്ന ബാഗിൻ നാല എന്ന് പറയുന്ന കടുവ. ഈ പേര് വരാനായിട്ടുള്ള ഒരു കാരണമുണ്ട്. നമ്മുടെ പെഞ്ചിലെ കോറേരിയയിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ലേക്ക് ഉണ്ട്. ബാഗിൻ നാല എന്നാണ് ആ ഒരു ലേക്കിൻ്റെ പേര്. അതിൻ്റെ ചുറ്റുവട്ടത്താണ് ഈ ഒരു കടുവയുടെ ടെറിട്ടറി വരുന്നത്. ഈ കാരണം കൊണ്ടാണ് ഇതേ പേര് തന്നെ ഈ ടൈഗ്രസിന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പൊതുവെ സഫാരി പോകുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഐറ്റമാണ് ഈ കാണുന്ന കടുവ.
നമ്മൾ സഫാരിക്ക് കയറി ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിതിനെ കാണാൻ പറ്റുമ്പോൾ ഉള്ള സന്തോഷമില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. കുറച്ച് ദൂരെ ആയിട്ടാണെങ്കിലും കടുവയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ സഫാരി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി പോകുന്ന വഴിയിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാനായിട്ടുണ്ടാവും. നമ്മൾ ഈ സഫാരി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ അതിരാവിലത്തെ കുറച്ച് ഗോൾഡൻ ലൈറ്റിലെ ഷോട്ട്സ് നമുക്ക് കണ്ടാലോ. അങ്ങനെ ഗോൾഡൻ ലൈറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ സഫാരി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി മുന്നോട്ട് പോകുന്തോറും നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ടുണ്ട്. കാരണം രാവിലത്തെ സഫാരി എന്ന് പറയുന്നത് ഏകദേശം 5.5 മണിക്കൂർ തൊട്ട് 6 മണിക്കൂർ വരെയാണ്. അതുപോലെ തന്നെ നമ്മൾ 3 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ 3 ദിവസത്തെ സഫാരിയിൽ കിട്ടിയ എല്ലാ സൈറ്റിങ്ങും നമ്മുടെ ഈ രാവിലത്തെ സഫാരിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ചെറിയൊരു കൈക്കുഞ്ഞുമായിട്ടിരിക്കുന്ന ഈ കാണുന്ന ഹനുമാൻ ലങ്കൂറാണ്. ഇവരുടെ കൂട്ടത്തിൽ ഈ കുഞ്ഞിനെ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടാണ്. സാധാരണ നമ്മൾ ഹനുമാൻ ലങ്കൂറുകളെ കാണുമ്പോൾ ഇതുപോലെ ചെറിയൊരു ഗ്രേ കളറിലെ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിലെ ഷെയ്ഡൊക്കെ ആണെങ്കിലും ഇതിൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട് ചെറിയൊരു ഡാർക്ക് ഷെയ്ഡാണ്. എത്ര ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് നോക്കി. എന്തോ കുരുത്തക്കേട് കാണിച്ചിട്ട് വീട്ടിൽ പിടിച്ച പോലെയുണ്ട്. നല്ലവനായ ഉണ്ണി. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നല്ല വേനലായതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്ന കാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത്. താഴെ ആനിമൽസിന് കഴിക്കാനായിട്ടുള്ള പുല്ലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മരങ്ങളിലുള്ള ഇലകളും മറ്റുമാണ് ആനിമൽസ് കഴിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു വെറൈറ്റി കാഴ്ചയാണ്. സംഭവം വേറൊന്നുമല്ല, ഈ കാണുന്ന 2 കുരങ്ങുകളും മെയിലാണ്. കാട്ടിൽ കയറിയിട്ട് ഇതുവരെ കാണാൻ പറ്റാത്തൊരു കാഴ്ച ഇവിടെ ഞങ്ങൾക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അതെന്താണെന്ന് ഞാൻ പറയുന്നുമില്ല, കാണിക്കുന്നുമില്ല, നിങ്ങളതങ്ങ് ഊഹിച്ചെടുത്താൽ മതി. നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ കാണുന്ന റേസസ് മക്കാക്ക് എന്ന് പറയുന്ന കുരങ്ങിൻ്റെ കുഞ്ഞിനെയാണ്. സാധാരണ നമ്മുടെ നോർത്തിലെല്ലാം പോകുമ്പോൾ നോർത്തിലെ കാടുകളിൽ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് റേസസ് മക്കാക്ക് എന്ന് പറയുന്ന ഈ ടൈപ്പ് കുരങ്ങുകൾ. നമ്മുടെ കാടുകളിൽ വെള്ളക്കുരങ്ങുകൾ എത്ര കോമൺ ആണോ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ കാടുകളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഐറ്റമാണിത്. നമ്മുടെ വെള്ളക്കുരങ്ങുകൾ സാധാരണ ആളുകളുടെ കയ്യിൽ നിന്ന് ഫുഡും കവറും എല്ലാം തട്ടിപ്പറിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ കാണുന്ന കുരങ്ങുകളുടെ ഭാഗത്ത് നിന്ന് അതുപോലൊരു പെരുമാറ്റം ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിലും ചില ടൈമിലൊക്കെ ഇവർ അഗ്രസീവായിട്ട് കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ കാട് വളരെ ഡ്രൈ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ സമയത്ത് ഇവിടെയുള്ള ആനിമൽസിന് ഭക്ഷണം കിട്ടുന്നത് പോലെ തന്നെ വെള്ളവും കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കാടിൻ്റെ പല ഭാഗത്തായിട്ട് ചെറിയ ചെറിയ ചെക്ക് ഡാമുകളും ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോണ്ടുകളും എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ഈ കാണുന്നത് ഇവിടെയുള്ളൊരു ചെറിയ ചെക്ക് ഡാമിൻ്റെ ഭാഗമാണ്. ഇവിടെ ഈ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ആനിമൽസ് വെള്ളം കുടിക്കാനായിട്ട് വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഈ കാണുന്ന ഹനുമാൻ ലങ്കൂറും മാനുകളും മയിലുകളും ഒക്കെ മാത്രമല്ല, കടുവയും ലെപ്പേർഡും എല്ലാം തന്നെ ഈ ഭാഗങ്ങളിൽ വെള്ളം കുടിക്കാനായിട്ട് മിക്ക സമയങ്ങളിലും വരാറുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ സഫാരി വണ്ടികളെല്ലാം തന്നെ ഇതുപോലുള്ള വാട്ടർ ബോഡീസിൻ്റെ അടുത്തെത്തുമ്പോൾ ഏകദേശം ഒരു 5-10 മിനിറ്റൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും ആനിമൽസ് വരുന്നുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ടാണ് പോകാറുള്ളത്. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന നീൽഗായ്, അതായത് നമ്മുടെ നീലക്കാളയാണ്. സാധാരണ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളിൽ നമുക്ക് ഇവരെ കാണാനായിട്ട് പറ്റില്ല. ഇവരെ പൊതുവെ കാണുന്നത് സെൻട്രൽ ഇന്ത്യയും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലുള്ള കാടുകളിലാണ്. നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ആന്റലോപ്പുകളിൽ ഏറ്റവും വലിപ്പം വയ്ക്കുന്നത് ഈ കാണുന്ന നീൽഗായ് എന്ന് പറയുന്ന ഈ ഒരു മൃഗത്തിനാണ്. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് മാറിയപ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ സൈറ്റിംഗ് ഈ കാണുന്ന സ്കൂപ്പ് സൗൾ എന്ന് പറയുന്ന ഈ ചെറിയൊരു മൂങ്ങയാണ്. സാധാരണഗതിയിൽ മറ്റുള്ള മൂങ്ങകളെ പോലെ തന്നെ പകൽ സമയങ്ങളിൽ ഇങ്ങനെ പൊത്തിലിരുന്ന് രാത്രി സമയത്താണ് ഇവരുടെയും ഇരപിടുത്തം. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ നമ്മൾ സാധാരണ കാണാറുള്ള മോട്ടിൽഡ് വുഡ് ഔൾ എന്ന് പറയുന്ന ഈ കാണുന്നൊരു മൂങ്ങകളെയും കാണാൻ പറ്റി. ഇവർ സാധാരണ ഇതേ മരത്തിൽ തന്നെയാണ് മിക്കപ്പോഴും പകൽ സമയങ്ങളിൽ വന്ന് റെസ്റ്റ് എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സഫാരി വരുന്ന ആളുകൾക്ക് ഈ മൂങ്ങകളെ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും കാണാനായിട്ട് പറ്റും. ഞങ്ങൾ ചെല്ലുന്ന ടൈമിൽ 3 മൂങ്ങകളാണ് ഒരേ മരത്തിലുണ്ടായിരുന്നത്. മൂങ്ങകളുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന പനങ്കാക്കയാണ്, അതായത് നമ്മുടെ ഇന്ത്യൻ റോളർ. കാണാനായിട്ട് ഒരു ചെറിയ ബേർഡാണെങ്കിലും ഇത് പറക്കുമ്പോഴും അതുപോലെ ഇങ്ങനെ ചിറക് വിരിക്കുമ്പോഴൊക്കെ ഇതിനെ കാണാൻ ഒരു പ്രത്യേക കളറാണ്. സൂക്ഷിച്ചു നോക്കിയാൽ അതിൻ്റെ മേൽചുണ്ട് പൊട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. അവിടെ നിന്ന് മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാൻ പറ്റിയത് ഈ കാണുന്ന സാമ്പാർ ഡിയറാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക കാടുകളിലും വളരെ കോമൺ ആയിട്ട് തന്നെ നമുക്ക് ഇവരെ കാണാനായിട്ട് പറ്റും. സാധാരണ സൗത്ത് ഇന്ത്യയിൽ കാണുന്ന മ്ലാവുകളെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ കളറിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. കാരണം കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇവിടെ കണ്ട മ്ലാവുകൾക്കുള്ളത്. നമ്മൾ ഈ കാണുന്നത് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പോണ്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ഒരു മ്ലാവിനെയാണ്. മ്ലാവുകളുടെ പുറകിലായിട്ട് കുറേ കുരങ്ങളും ഇരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നല്ല വെയിലും ചൂടൊക്കെ ഉള്ളൊരു ടൈം ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചെറിയ പോണ്ടുകളുടെ സൈഡിലായിരിക്കും ആനിമൽസ് മിക്കപ്പോഴും വന്ന് നിൽക്കാറുള്ളത്. ഇവരിങ്ങനെ വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള ആനിമൽസും ഈ ഭാഗങ്ങളിൽ മിക്കപ്പോഴും വരാറുമുണ്ട്. അങ്ങനെ മ്ലാവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയായിരുന്നു. സംഭവം വേറൊന്നുമല്ല, മരത്തിന് മുകളിൽ ഒരു അടിപൊളി ലെപ്പേർഡ്. ഈ ലെപ്പേർഡ് കുറേ നേരമായിട്ട് ഈ മരത്തിന് മുകളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ആള് താഴത്തേക്ക് ഇറങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നുമില്ല. ഇത് നമുക്ക് സെക്കൻഡ് ഡേയിൽ കിട്ടിയ സൈറ്റിംഗ് ആണ്. ഫസ്റ്റ് ഡേയിൽ നമുക്ക് ഇതുപോലൊരു സൈറ്റിംഗ് മിസ്സായിട്ടുണ്ടായിരുന്നു. കാരണം ലെപ്പേർഡ് ഒരു ലങ്കൂറിനെ പിടിച്ച് ഇതുപോലെ മരത്തിന് മുകളിൽ കയറിയിരിക്കുന്നതും അതുപോലെ ലെപ്പേർഡിൻ്റെ കയ്യിൽ നിന്ന് ആ ഫുഡ് തട്ടിയെടുക്കുന്നതിനായിട്ട് ഒരു ടൈഗർ വന്ന് മരത്തിന് മുകളിലേക്ക് പകുതിയോളം കയറി പറ്റാതെ തിരിച്ചിറങ്ങി വരുന്നതും അങ്ങനെ കുറേ നല്ല ഷോട്ട്സ് ഞങ്ങൾക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. കാരണം ആ ടൈമിൽ ഞങ്ങൾ ഈ കാടിൻ്റെ വേറൊരു ഭാഗത്തായിരുന്നു. പക്ഷേ ഈ ഒരു കാഴ്ച കണ്ട ഒരാൾ നമ്മൾ സ്റ്റേ ചെയ്ത അതേ റിസോർട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ ക്യാമറയിൽ നമുക്ക് അതിൻ്റെ വിഷ്വൽസ് എല്ലാം കണ്ട ടൈമിൽ കുറച്ച് സങ്കടം വന്നു. കാരണം കാട്ടിൽ കയറുമ്പോൾ വളരെ റെയർ ആയിട്ട് നമുക്ക് കിട്ടാവുന്നൊരു സൈറ്റിംഗ് ആണ് കടുവയും ലെപ്പേർഡും ഒരേ ഫ്രെയിമിൽ. പ്രത്യേകിച്ച് ലെപ്പേർഡിൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഫുഡെല്ലാം തട്ടിപ്പറിക്കാനായിട്ടുള്ള ശ്രമമെല്ലാം നടത്തുമ്പോൾ എന്തുകൊണ്ടും അതൊരു റെയർ ആയിട്ടുള്ള കാഴ്ച തന്നെയായിരിക്കും. എന്തായാലും ആ സങ്കടത്തിൽ നമ്മൾ ഈ ലെപ്പേർഡിനെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ ലെപ്പേർഡ് കുറേ നേരമായിട്ടും മരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നില്ല. നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് മരത്തിൻ്റെ താഴെ മറ്റൊരു കാഴ്ച കണ്ടത്. വേറൊന്നുമല്ല, ലെപ്പേർഡ് ഇരിക്കുന്ന മരത്തിന് താഴെയായിട്ട് ഇതാ ഈ കാണുന്നൊരു ഫീമെയിൽ കടുവ. നമ്മൾ കുറച്ചു നേരം ലെപ്പേർഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് വണ്ടിയായിട്ട് ഒന്ന് കറങ്ങിയിട്ടൊക്കെ തിരിച്ചു വന്നപ്പോഴാണ് ഈ ഒരു കടുവ മരത്തിന് താഴെ കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ഈ റീസൺ കൊണ്ടാണ് ലെപ്പേർഡ് താഴേക്ക് ഇറങ്ങാത്തതും. ഒരുപക്ഷെ നമ്മൾ ഇന്നലെ കേട്ട ആ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, കടുവ ലെപ്പേർഡിൻ്റെ ഫുഡ് തട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചത്, അതിലെ കഥാപാത്രങ്ങൾ ചിലപ്പോൾ ഇവർ രണ്ടും ആയിരിക്കാം. എന്തായാലും ലെപ്പേർഡിനെയും കടുവയും ഒരേ സ്ഥലത്ത് തന്നെ കാണാൻ പറ്റിയതുകൊണ്ട് തന്നെ നമ്മളും ഹാപ്പി. അങ്ങനെ കടുവയുടെയും ലെപ്പേർഡിൻ്റെ എല്ലാം കാഴ്ചകൾ കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഓന്താണ്. നമ്മുടെ സാധാരണ പാറകളിലൊക്കെ കാണുന്ന പെനിൻസുലാർ റോക്ക് അഗാമ എന്ന് പറയുന്ന ഈ കാണുന്ന ഓന്ത്
റെഡും ബ്ലാക്കും ഷെയ്ഡ് വരുന്നതുകൊണ്ട് തന്നെ ഇവരെ കാണാനും ഒരു പ്രത്യേക രസമല്ലേ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയത് ഈ കാട്ടിൽ അത്ര റെയർ ആയിട്ടല്ലെങ്കിലും നമുക്ക് മിക്കപ്പോഴും കിട്ടാറുള്ള വൈറ്റ് ഐഡ് ബസാർഡ് എന്ന് പറയുന്ന ഈ കാണുന്ന പരുന്താണ്. ഒരു ഇരപിടിയം പക്ഷി ആയതുകൊണ്ട് തന്നെ ചെറിയ ഇൻസെക്റ്റും തവളയും എലികളും അങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത്. ഈ കാണുന്ന പരുന്തുകൾ മാത്രമല്ല, ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള ബേർഡ്സിനെ നമുക്ക് ഈ കാട്ടിൽ കാണാനായിട്ട് പറ്റും. അങ്ങനെ കിളികളുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയതെന്ന് പറയുന്നത് ഒരു കൂട്ടം വൈൽഡ് ഡോഗ്സ് ആയിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യൻ ഡോഗ്. ഏകദേശം ഒരു 5-6 എണ്ണം ഈ കാണുന്ന മരത്തിൻ്റെ ചോട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. രാവിലെ ഫുഡെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ വേട്ടയാടലെല്ലാം കഴിഞ്ഞ് ക്ഷീണം കാരണം കിടക്കുക എന്ന് തോന്നുന്നു. നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഇതുപോലെ മരത്തിൻ്റെ സൈഡിൽ കിടക്കുക അല്ലാണ്ട് ഇവർക്ക് വേറൊരു ഓപ്ഷനില്ല. പക്ഷേ ഇങ്ങനെ കിടക്കുന്നത് സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെപ്പേർഡും കടുവയെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അത്ര സേഫും അല്ല. അങ്ങനെ വൈൽഡ് ഡോഗ്സിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ള മലബാർ പൈഡ് ഹോൺബില്ലാണ്. പെഞ്ച് ടൈഗർ റിസർവിൽ നമുക്ക് മിക്കപ്പോഴും കാണാനായിട്ട് പറ്റുന്ന ഹോൺബിൽസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന മലബാർ പൈഡ് ഹോൺബില്ലും അതുപോലെ തന്നെ ഇന്ത്യൻ ഗ്രേ ഹോൺബില്ലുമാണ്. മാനുകളെ നമ്മൾ കാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ടെങ്കിലും ഈ മാൻ നിൽക്കുന്ന ഒരു പ്രത്യേക രസമില്ലേ. അത് നിൽക്കുന്നതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും അതുപോലെ മാനിൻ്റെ ആ ഒരു കളറും കൊമ്പും എല്ലാം നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡായി പോകുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് കിട്ടിയത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയായിരുന്നു. വേറൊന്നുമല്ല, നമ്മൾ പോകുന്ന വഴിയുടെ തൊട്ട് സൈഡിലായിട്ട് തന്നെ കുറച്ച് ദൂരെയാണ് ഒരു പാറയുടെ ഇടുക്കിലായിട്ട് ഒരു ലെപ്പേർഡ് കിടന്നുറങ്ങുന്നുണ്ട്. കടുവകളെ പേടിയുള്ളതുകൊണ്ടും നല്ല ചൂടായതുകൊണ്ടാണ് ഇതുപോലുള്ള പാറയിടുക്കിലെല്ലാം ഇത് പോയി കിടക്കുന്നത്. ഇങ്ങനെ പാറയിടുക്കിലും അതുപോലെ തന്നെ മരത്തിലുമൊക്കെയാണ് പൊതുവെ ലെപ്പേർഡ് റെസ്റ്റ് ചെയ്യാറുള്ളത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ കടുവ ലെപ്പേർഡിനെ അറ്റാക്ക് ചെയ്യുന്നത് മാത്രമല്ല, ചില സമയങ്ങളിൽ അതിനെ ആക്രമിച്ച് കൊന്നതിന് ശേഷം കഴിക്കാറുമുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ ലെപ്പേർഡ് പൊതുവെ കടുവകളെ പേടിച്ച് മരത്തിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും മിക്ക സമയത്തും. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയത് ഈ കാണുന്ന നീൽഗായാണ്. നീൽഗായുടെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോഴാണ് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സർപ്പൻ്റ് ഇങ്ങനെ താഴെ ഇരിക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് പറ്റിയത്. ഒറ്റ നോട്ടത്തിൽ എന്തോ കുഴപ്പമുള്ള പോലെ തോന്നുന്നുണ്ട്. കാരണം വെനമസ് ആയിട്ടുള്ള സ്നേക്ക് ബൈറ്റോ അല്ലെങ്കിൽ അത് കഴിച്ച ഫുഡിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല, അതിന് വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് ജിപ്സികൾ ഇതുപോലെ നിർത്തിയിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് നോക്കിയപ്പോഴാണ് തൊട്ടടുത്തുള്ള മരത്തിൽ ഒരു അടിപൊളി മെയിലായിട്ടുള്ള ലെപ്പേർഡ് കിടന്നുറങ്ങുന്നത്. അത് മെയിലാണെന്ന് നമ്മുടെ ഗൈഡ് പറഞ്ഞാണ്. പിന്നെ ആളുടെ ആ ഒരു സൈസ് എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. നല്ല ചൂടും അതുപോലെ ഭക്ഷണം കഴിച്ചതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ആള് മരത്തിൻ്റെ മുകളിൽ തന്നെ കിടന്ന് നല്ല ഉറക്കമാണ്. നമ്മുടെ സഫാരിയുടെ ഇടയിലെ 3ാമത്തെ ലെപ്പേർഡാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ ലെപ്പേർഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഒരു സ്ഥലം എത്തിയപ്പോഴേക്കും ഒരുപാട് കുരങ്ങുകളും മാനുകളും ഒക്കെ ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ തമ്പടിച്ചേക്കുന്നത് കാണാനായിട്ട് പറ്റി. സംഭവം വേറൊന്നുമല്ല, അവർ നിൽക്കുന്നതിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പോണ്ടുണ്ട്. അതിൽ മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ ഇവർക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളവും ഉണ്ടാവാറുണ്ട്. നല്ല വേനലാവുന്ന ടൈമിൽ അതിൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തു നിന്ന് വെള്ളം കൊണ്ടുവന്ന് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ സഫാരിയുടെ ഇടയിൽ ഏകദേശം ഒരു 8-8 ആവുന്ന ടൈമിൽ നമ്മൾ ഈ കാണുന്ന ഭാഗത്തേക്ക് വരും. ഇവിടെ നിന്നാണ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാറുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് മാത്രമല്ല, ഇവിടെ തന്നെ ഒരു ചെറിയ ടീ ഷോപ്പ് എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള സാൻഡ്വിച്ചും ആലു പൊറോട്ടയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കുറച്ച് നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്ത് പിന്നെയും നമുക്ക് നമ്മുടെ സഫാരി കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ബ്രേക്കിന് ശേഷം നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയത് വളരെ തൊട്ടടുത്തായിട്ട് ഒരു പനങ്കാക്കയാണ്. ഈ പനങ്കാക്കയെ കണ്ട് നമ്മൾ ജസ്റ്റ് മുന്നോട്ട് നീങ്ങിയപ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് കിട്ടിയത് ഈ കാണുന്ന ഗ്രേ ഹോൺബില്ലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹോൺബില്ല് പോലെ തന്നെ ഇവിടെ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നൊരു ഹോൺബില്ലാണ്. അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളിൽ എപ്പോഴും നമ്മൾ കാണാറുള്ള മ്ലാവുകളും കാട്ടിയും എല്ലാം ഉണ്ട് ഈ ഒരു ഭാഗത്ത്. അങ്ങനെ കാട്ടികളുടെയും മ്ലാവുകളുടെ എല്ലാം കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ നെക്സ്റ്റ് എത്തിയത് ഇതുപോലൊരു ചെറിയ വാട്ടർ ബോഡിയിലാണ്. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ടത് ഈ കാണുന്ന മീൻകൊത്തിയാണ്. അതുപോലെ തന്നെ കുരങ്ങുകളും മാനുകളും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും ഇതുപോലെ വെള്ളവും കുടിക്കുന്നുണ്ടായിരുന്നു.
പിന്നെ ഈ കാണുന്നൊരു പീകോക്ക് അല്ലെങ്കിൽ പീ ഫൗള്, ഇത് വെള്ളം കുടിക്കാനായിട്ട് വന്നതാണോ എന്നറിയില്ല. എന്തായാലും കുറച്ചു നേരം നിന്ന് അവിടെയൊക്കെ കറങ്ങിയതിന് ശേഷം ആള് പയ്യെ സൈഡിലേക്ക് പറന്നുപോയി. അങ്ങനെ അടുത്ത ഒരു വാട്ടർ ബോഡി എത്തിയ ആ ഒരു ടൈമിൽ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള കാഴ്ച കാണാനായിട്ട് പറ്റി. ഈ കാണുന്ന ഒരു മാൻ അത് ചത്ത് കിടക്കുന്നത് കുറേ ദിവസമായി. പക്ഷേ വൈൽഡ് ഡോഗ് ഉൾപ്പെടെ യാതൊരു ആനിമൽസും അതിനെ ടച്ച് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അത് സ്നേക്ക് ബൈറ്റ് കിട്ടിയിട്ട് മരിച്ചു പോയതാണ്. കാട്ടിൽ ഇതുപോലെ സ്നേക്ക് ബൈറ്റ് എല്ലാം കിട്ടി മരിച്ചു പോകുന്ന ആനിമൽസിനെ പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള ആനിമൽസിന് എങ്ങനെയൊക്കെയോ തിരിച്ചറിയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ആനിമൽ ഇവിടെ കുറേ ദിവസമായിട്ട് കിടന്നിട്ടും ഒരു മൃഗം പോലും ഇതിനെ കഴിക്കാത്തതും. അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നേക്ക് ബൈറ്റ് കിട്ടി മരിച്ചതായതുകൊണ്ട് തന്നെ ഈ കഴിക്കുന്ന ആനിമൽസിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ കാണുന്ന കാട്ടിൽ കോബ്രയും വൈപ്പറും എല്ലാം ഉൾപ്പെടെ ഒരുപാട് വെനമസ് ആയിട്ടുള്ള സ്നേക്സും ഉണ്ട്. അങ്ങനെ നെക്സ്റ്റ് നമുക്ക് കിട്ടിയത് ഈ കാണുന്ന ജംഗിൾ ഫോൾ എന്ന് പറയുന്ന നമ്മുടെ കാട്ടുകോഴിയാണ്. സാധാരണ കാട്ടിൽ കയറുമ്പോൾ മിക്കപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണെങ്കിലും എപ്പോഴൊക്കെ ക്യാമറയുടെ മുമ്പിൽ വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു കളർ തന്നെയാണ്. ഇതിൽ മെയിലായിട്ടുള്ള കാട്ടുകോഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറയിലും അതുപോലെ കാണാനും ഒക്കെ ഭയങ്കര രസമാണ്. നേരെ മറിച്ച് ഇതിൻ്റെ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ കാണാൻ ഏകദേശം ഈ ഒരു കളറാണ്. ഇതിൽ കളർഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ഒന്നും അല്ലെങ്കിലും ഈ ഫീമെയിലിനെയും ക്യാമറയിൽ ക്ലോസ് ആയിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ്. എന്തായാലും കാട്ടുകോഴികളുടെ കാഴ്ചകൾ കാട്ടിൽ കയറുമ്പോൾ ഒരിക്കലും ഞാൻ മിസ് ചെയ്യാറില്ല. അങ്ങനെ രാവിലത്തെ സഫാരി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ സഫാരി ഗേറ്റിലേക്ക് തന്നെ എത്തി. അങ്ങനെ നമ്മുടെ മൊബൈലെല്ലാം തിരിച്ച് കളക്ട് ചെയ്ത് നമ്മുടെ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി വൈകുന്നേരം ഏകദേശം ഒരു 3:30 കൂടിയാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങേണ്ടത്. കൃത്യം 4 മണിക്ക് നമ്മുടെ വൈകുന്നേരത്തെ സഫാരി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സഫാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയത് ഒരു കൂട്ടം വൈൽഡ് ഡോഗ്സ് ആയിരുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് കണ്ട അതേ വൈൽഡ് ഡോഗ്സ് തന്നെയാണ്. കാരണം നമ്മൾ കണ്ട അതേ ഏരിയയിൽ തന്നെ കുറച്ചും കൂടി മാറിയിട്ടാണ് ഇവർ നിൽക്കുന്നത്. എന്തായാലും കുറേ നേരമൊന്നും അവരുടെ വീഡിയോ എടുത്ത് ടൈം കളയാതെ നമ്മൾ കടുവയെ പിടിക്കാനായിട്ടുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മൾ സഫാരി കണ്ടിന്യൂ ചെയ്തപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഇത് ഒരു ജാക്കലാണ്, അതായത് നമ്മുടെ കുറുനരി. ഇതിൻ്റെ ദേഹത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ രോമം എല്ലാം കൊഴിഞ്ഞു പോയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പൊതുവേ ഈ കുറുനരികൾക്ക് വരുന്ന ഒരു അസുഖമുണ്ട്, മാഞ്ചെന്നാണ് അതിന് പറയുക. അത് വന്ന് ഈ ബോഡിയിലെ രോമങ്ങളെല്ലാം കൊഴിഞ്ഞുപോയി ഏകദേശം ഈ കാണുന്നൊരു രൂപത്തിലേക്ക് ഈ കുറുനരികൾ മാറും. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വൈൽഡ് ഡോഗിന് എന്തെങ്കിലും അസുഖം വന്ന് ഈ രോമമെല്ലാം കൊഴിഞ്ഞു പോയതായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇത് സംഭവം നമ്മുടെ കുറുനരി തന്നെയാണ്. അങ്ങനെ കുറുനരിയുടെ കാഴ്ചയെല്ലാം കണ്ട് കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് എന്തോ ചിന്തിച്ചിരിക്കുന്ന ഈ ഒരു കുരങ്ങിനെ നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ബാക്കിൽ നിന്ന് നല്ല സൺലൈറ്റ് എല്ലാം വരുന്നതുകൊണ്ട് തന്നെ ഈ കുരങ്ങിനെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയല്ലേ. അങ്ങനെ ഹനുമാൻ ലങ്കൂറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ഒരു റസൽസ് മക്കാക്കിൻ്റെ അമ്മയും കുഞ്ഞും ഇരിക്കുന്ന ഈ ഒരു കാഴ്ച കാണാനായിട്ട് പറ്റിയത്. അവരുടെ കണ്ണിലെ ആ ഒരു തിളക്കം കണ്ടില്ലേ, കാണാനായിട്ട് നല്ല രസമുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റി. ഈ കുരങ്ങന്മാരിൽ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് എപ്പോഴും ഭയങ്കര ക്യൂട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ പോലത്തെ കൈയൊക്കെയാണ് ഈ കുരങ്ങൻ കുഞ്ഞിനുള്ളത്. അതുമാത്രമല്ല അവരെ കാണാനായിട്ടുള്ള ഒരു ക്യൂട്ട്നെസ് കണ്ടില്ലേ. നമ്മുടെ അമ്മക്കുരങ്ങിൻ്റെ കണ്ണ് ചെറിയൊരു ചെമ്പൻ കളറൊക്കെ ആണെങ്കിൽ കുഞ്ഞിൻ്റെ കണ്ണ് നല്ല വെള്ളയിൽ ബ്ലാക്ക് കളറായിട്ടുള്ള കണ്ണുകളായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കാട്ടിൽ തന്നെ പരസ്പരം ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ഒരു ആനിമൽ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന കുരങ്ങുകൾ തന്നെയാണ്. അങ്ങനെ കുരങ്ങുകളുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ചെറിയൊരു വാട്ടർ ബോഡി കാണാനായിട്ട് പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെയുള്ള വാട്ടർ ബോഡീസ് എത്തിക്കഴിയുമ്പോൾ അവിടെ ഏകദേശം ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെയൊക്കെ നിന്ന് വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും ആനിമൽ മൂവ്മെൻറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അലാം കോളൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകാറ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ ലെപ്പേർഡും കടുവയും പോലുള്ള ഒരുവിധം പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള ആനിമൽസ് എല്ലാം ഈ ലേക്കിൻ്റെ സൈഡിലേക്കെല്ലാം വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കൂട്ടം മ്ലാവുകളായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്ന മ്ലാവുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കളറ് വ്യത്യാസം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കാണുന്ന മ്ലാവുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു പോളിഷ് ആയിട്ടുള്ള ഒരു ബോഡി സ്റ്റൈലാണ് ഇവരുടെ. കുറച്ചുകൂടി തിളക്കമുള്ളതും അതുപോലെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളൊരു കളർ ടോണാണ്. പൊതുവെ ഇവരിതുപോലെ തന്നെ കൂട്ടമായിട്ടാണ് നടക്കാറുള്ളത്. അങ്ങനെയാണെങ്കിലും ചില ടൈമിൽ ഒറ്റയ്ക്ക് ഈ മെയിലായിട്ടുള്ള മ്ലാവുകൾ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. സാധാരണ മേറ്റിങ്ങിൻ്റെ ടൈം ആകുമ്പോഴാണ് ഇതുപോലെ മെയിലായിട്ടുള്ള മ്ലാവുകൾ ഇതുപോലെ ഫീമെയിൽ ആയിട്ടുള്ള മ്ലാവുകളുടെ കൂട്ടത്തിലേക്ക് വരാറുള്ളത്. എന്തായാലും ഈ മ്ലാവുകൾ ഇങ്ങനെ നടന്നു പോകുന്ന കാഴ്ച കാണാനായിട്ടൊരു പ്രത്യേക രസമല്ലേ. ഇങ്ങനെ ഈ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ അവർ എന്തോ കണ്ട് പേടിച്ച് പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നതും കാണാനായിട്ട് പറ്റി. അത് എന്താണെന്ന് മനസ്സിലായതുമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് പോവുകയും ചെയ്തത്.
അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയത് ഈ കാണുന്നൊരു മയിലിനായിരുന്നു. മയിലിനെ വളരെ കോമൺ ആയിട്ട് കിട്ടുമെങ്കിലും ഇവിടുത്തെ ആ ഒരു ഫ്രെയിമിൽ ഇതിനെ കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. നല്ല ലൈറ്റിങ്ങും അതുപോലെ തന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് കളറും. അങ്ങനെ മയിലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയത് വീണ്ടും ഒരു കൂട്ടം ഇന്ത്യൻ വൈൽഡ് ഗൗസ് ആയിരുന്നു. അതായത് നമ്മുടെ കാട്ടികൾ. അവരെ കണ്ടു നിന്നപ്പോഴാണ് തൊട്ടടുത്തുകൂടി ഈ കാണുന്നൊരു ജാക്കൽ ഓടിപ്പോകുന്നത് കണ്ടത്. അതായത് നമ്മുടെ കുറുനരി. നമ്മൾ ഈ കാണുന്ന കുറുനരിയുടെ ദേഹത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. രോമങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറുനരിയുടെയും കാട്ടിയുടെയും കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ നെക്സ്റ്റ് കിട്ടിയത് വീണ്ടും ഒരു കൂട്ടം കാട്ടികൾ തന്നെയായിരുന്നു. ഈ കാട്ടികൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇതുപോലെ മാനിൻ്റെ കുട്ടി ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന ആ ഒരു കാഴ്ചയും കാണാനായിട്ട് പറ്റി. ഇവിടെ കാട് നല്ല ഡ്രൈ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. താഴത്ത് പുല്ലെല്ലാം വളരെ കുറവായതുകൊണ്ട് തന്നെ കാട്ടിയും മ്ലാവും അതുപോലുള്ള ആൻലോപ്പായിട്ടുള്ള ആനിമൽസ് എല്ലാം തന്നെ ഇതുപോലെ മരങ്ങളിൽ നിന്നും ചെറിയ ചെടികളിൽ നിന്നും മുകളിൽ നിന്നുള്ള ഈ ഇലകളൊക്കെയാണ് പറിച്ചു കഴിക്കുന്നത്. നല്ല വേനലായതുകൊണ്ടാണ് ഇത്രയും ഫുഡിൻ്റെ ഒരു അവൈലബിലിറ്റി കുറവ് ഇവിടെ വന്നിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മൾ മഴക്കാലത്തൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സഫാരി പാത്തിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് പുല്ലെല്ലാം വളർന്ന് നമുക്ക് ആനിമൽസിനെ തന്നെ കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ള രീതിയിലായിരിക്കും. എന്തായാലും കാട്ടി ഇങ്ങനെ നിന്ന് ഈ മരത്തിൽ നിന്നുള്ള ഇലയെല്ലാം പറിച്ചു കഴിക്കുന്ന ഒരു കാഴ്ച കാണാൻ ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. ഈ കുട്ടിക്കാട്ടിക്ക് മരത്തിലേക്ക് എത്താത്തതുകൊണ്ട് തന്നെ അമ്മ കടിച്ചു പറിച്ചെടുക്കുന്ന ആ ഇലയൊക്കെ വായിൽ നിന്ന് കടിച്ചു പറിക്കാനും ആൾ ശ്രമിക്കുന്നുണ്ട്. ഇത്തവണ നമ്മൾ പെഞ്ചിലേക്ക് വന്നത് നമ്മുടെ സ്വന്തം ട്രാവൽ കമ്പനി ആയിട്ടുള്ള വൈൽഡ് ബീസിൻ്റെ ഒരു ഒഫീഷ്യൽ ട്രിപ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതേ രീതിയിൽ തന്നെ നമ്മൾ കസിരംഗയിലേക്കും അതുപോലെ ബ്ലാക്ക് ലെപ്പേഴ്സിനെ കാണാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള മാനസിലേക്കും നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. വരുന്ന ഒക്ടോബർ 30, 31, നവംബർ 1 ഈ 3 ദിവസങ്ങളിലായിട്ട് മാനസിലും അതുപോലെ നവംബർ 2, 3, 4, 5 ദിവസങ്ങളിൽ കസിരംഗയിലുമാണ് നമ്മൾ ട്രിപ്സ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ കസിരംഗയും മാനസും നിങ്ങൾക്ക് ഒന്നിച്ചെടുക്കണമെങ്കിലും എടുക്കാം, അതല്ല ഇൻഡിവിജ്വൽ ട്രിപ്സ് ആയിട്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ 2 ട്രിപ്പിലും ഞങ്ങളോടൊപ്പം നിങ്ങൾക്കും യാത്ര ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള വാട്സപ്പ് നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം നമ്മൾ ഓടിക്കഴിഞ്ഞപ്പോൾ ഒരു ഡാമിൻ്റെ റിസർവോയർ ഏരിയയിലേക്ക് നമ്മൾ എത്തി. ഇവിടെ ഇതുപോലുള്ള ബേർഡ്സ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറുനരികളെല്ലാം കാണാനായിട്ട് പറ്റും. ഇവിടെയുള്ള ബേർഡ്സിനെയും അതുപോലെ ചെറിയ ജീവികളെയൊക്കെ പിടിച്ച് കഴിക്കുന്നതിനായിട്ടാണ് ഈ കുറുനരികൾ പൊതുവെ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വരാറുള്ളത്. നമ്മുടെ വാട്ടർ ബോഡിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ മറ്റൊരു മരത്തിലാണ് നമുക്ക് ഈ ഒരു കാഴ്ച കാണാനായിട്ട് പറ്റിയത്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ വോൾച്ചറാണ്, അതായത് നമ്മുടെ കഴുകൻ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു ലേക്കിൻ്റെ ഒരു ഏരിയ നമുക്ക് കാണാനായിട്ട് പറ്റും. പൊതുവേ വൈകുന്നേരങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അനിമൽസിനെ ഇവിടെ കാണാനായിട്ട് പറ്റും. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ ഇതുപോലെ പുല്ലൊക്കെ ഉള്ളൊരു ഏരിയ നമുക്ക് കാണാം. ഇവിടെ കുറേ നേരം നിന്ന് നമ്മൾ നോക്കിയിട്ടാണ് പോയത്. അതെന്താണെന്നുള്ളത് ഞാൻ പുറകെ കാണിച്ചു തരാം. നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്നൊരു മരമാണിത്. ഇതിൽ റാം റാം എന്ന് ഒരുപാട് എഴുതിയിട്ടുള്ളത് തന്നെ ആ സ്ഥലത്തിന് റാം റാം എന്നാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വൈകുന്നേരം ചായ കുടിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് വീണ്ടും എത്തി. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടീ ഷോപ്പ് അല്ലാതെ ഇതുപോലെ ചെറിയൊരു സ്റ്റോറും കാണാൻ പറ്റും. ഇവിടെ മൗഗ്ലിയും അതുപോലെ തന്നെ ജംഗിൾ ബുക്കിലെ എല്ലാ കഥാപാത്രങ്ങളുടെയും രൂപങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷോപ്പും നമുക്ക് കാണാം. ഇത് കാണുമ്പോൾ ജംഗിൾ ബുക്കും അതുപോലെ നമ്മുടെ പെഞ്ച് ഫോറസ്റ്റും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ ചായ കുടിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ തിരിച്ചു പോയ ടൈമിൽ നമ്മൾ പോകുന്ന വഴിയിൽ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരുപാട് മാനുകൾ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നതിനായിട്ട് നിൽക്കുന്നുണ്ട്. ഇതുപോലെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ആനിമൽസ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അതെല്ലാം ക്രോസ് ചെയ്ത് പോയതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ട് പോയത്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ലേക്കിൻ്റെ സൈഡിൽ ഇപ്പോൾ ഒരുപാട് ആനിമൽസ് വെള്ളം കുടിക്കുന്നതിനും പുല്ല് കഴിക്കുന്നതിനൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം. ആകെ ഈ ലേക്കിൻ്റെ ആ ഒരു സൈഡിൽ മാത്രമാണ് ഇത്തിരി പച്ചപ്പുള്ള പുല്ലുകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്ന ടൈമിൽ നമുക്ക് നെക്സ്റ്റ് കിട്ടിയത് ഇന്ത്യൻ റോളർ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ കണ്ട അതേ പനങ്കാക്ക തന്നെയാണ്. ഇവിടെ കാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു ബേർഡാണ് ഈ പനങ്കാക്ക. അങ്ങനെ പനങ്കാക്കയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഒരു വളവ് തിരിഞ്ഞങ്ങ് ചെന്നപ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ കാണുന്ന ഒരു ടൈഗറിനെ നമ്മൾ കണ്ടത്. ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള കാലാ പഹാർ എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ടൈഗ്രസ് ആണ്.
നമ്മൾ പോകുന്ന വഴിയുടെ റൈറ്റ് സൈഡിൽ നിന്ന് വന്ന് ആൾ നേരെ നമ്മുടെ സഫാരി ട്രാക്കിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയായിട്ട് പോകുന്ന അതേ റൂട്ടിലൂടെ തന്നെയാണ് ആളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സഫാരിക്കെല്ലാം പോകുന്ന വീഡിയോസ് എല്ലാം കാണുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാവുന്നൊരു കാര്യം, ഈ കാണുന്ന കടുവകൾ എപ്പോഴും ഇതുപോലുള്ള ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലൂടെയാണ് നടക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. അതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, കടുവകൾ കുറച്ച് മടിയന്മാരായതുകൊണ്ട് തന്നെ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള റോഡുകളിലൂടെയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം എഫേർട്ട് ഇടാണ്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. നേരെ മറിച്ച് കാടിനകത്തൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പല ടെറൈൻസും അതുപോലെ തന്നെ കുറ്റിക്കാടും അങ്ങനെ ഒരുപാട് സംഭവങ്ങളും മറികടന്ന് വേണം അവർക്ക് മുന്നോട്ട് പോകാനായിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ സേഫ്റ്റിയാണ്. കാരണം കാട്ടിൽ പാമ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ കാട്ടിലൂടെ നടക്കുന്നത് അത്ര സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. ഈ കാണുന്ന സംഭവം ഒന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചു പോയിക്കേ. ആ മാൻകുട്ടി നോക്കി നിൽക്കുന്ന കണ്ടില്ലേ, അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലൂടെയാണ് ആ കടുവ നടന്നു പോകുന്നത്. കടുവ തിരിഞ്ഞു നോക്കാതിരുന്നതോ അതോ കടുവയ്ക്ക് വിശപ്പില്ലാണ്ടാണോ എന്നറിയില്ല. എന്തായാലും കടുവ ആ മാൻകുട്ടിയെ മൈൻഡ് ചെയ്യാതെയാണ് ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടു മുമ്പിലൂടെ മരണം കടന്നു പോകുന്നൊരവസ്ഥ. ഈ ടൈഗറിൻ്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. അത് വിശന്നിരിക്കുകയല്ല എന്നുണ്ടെങ്കിൽ പൊതുവെ വേട്ടയാടാനായിട്ട് പോവാറില്ല. സാധാരണഗതിയിൽ അവർ വേട്ടയാടുകയാണെങ്കിൽ തന്നെ ഒരുവിധം വലിപ്പമുള്ള ആനിമൽസിനെ ആയിരിക്കും കൂടുതലായിട്ടും ചൂസ് ചെയ്യാറുള്ളത്. നേരെ മറിച്ച് ലെപ്പേർഡോ വൈൽഡ് ഡോഗ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ട ചെറിയ മാൻകുട്ടിയെ വരെ ഈസി ആയിട്ട് അവർ ക്യാച്ച് ചെയ്യും. എന്ന് കരുതി കടുവ മാൻകുട്ടിയെ പിടിക്കില്ല എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. സാധാരണഗതിയിൽ ഈ കടുവ ഒരു മ്ലാവിനെയോ കാട്ടിയെയോ അല്ലെങ്കിൽ നീൽഗായയോ ഒക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരാഴ്ചയെല്ലാം ടൈം എടുത്തിട്ടാണ് ഇത് ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത് തന്നെ. ഇവരുടെ പല്ലിൻ്റെ മൂർച്ചയും ബലമൊന്നും പോവാതിരിക്കാനാണ് ഇവർ ഫ്രഷ് മീറ്റ് കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുന്നത്. എന്ന് കരുതി നല്ല വിശന്നിരിക്കുന്ന ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രഷ് മീറ്റ് കുറച്ചൊക്കെ കഴിക്കുകയും ചെയ്യും. നമ്മൾ ഈ കാണുന്ന കടുവ എന്തോ ഒരു സാധനം അബദ്ധത്തിൽ വായിൽ വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ നാക്കിന് ഒരു ബ്ലാക്ക് കളർ കാണുന്നില്ലേ, അതുപോലെ അതിൻ്റെ ഫേസ് എക്സ്പ്രഷനും ആ നാക്ക് വെച്ച് കാണിക്കുന്നതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ കാണുന്ന ചിരി, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ടൈഗറിനുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. കടുവകൾക്ക് പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ്, അവർ നടക്കുന്ന വഴിയിൽ ഇതുപോലെ മരങ്ങൾ കാണുമ്പോൾ അതിലേക്ക് ഇതുപോലെ തന്നെ മൂത്രമൊഴിച്ചു വയ്ക്കും. ഇവരുടെ ടെറിട്ടറി മാർക്കിംഗ് എന്നാണ് ഇതിന് പൊതുവെ പറയുന്നത്. പക്ഷേ ശരിക്കു പറഞ്ഞാൽ ഇവരുടെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന് മറ്റ് കടുവകളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കടുവയുടെ കാഴ്ചകളൊക്കെ കണ്ടുപോയ നമ്മുടെ മുമ്പിൽ കുറേ കാട്ടികൾ നിൽക്കുന്നുണ്ട്. കടുവയെ കണ്ടിട്ട് പോകുന്ന നമുക്ക് എന്ത് കാട്ടിയല്ലേ. അങ്ങനെയാണെങ്കിലും നമ്മൾ മുന്നോട്ട് പോയപ്പോൾ മ്ലാവുകളെ കണ്ടപ്പോഴേക്കും വണ്ടി നിർത്തി. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവർ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയും ആ ലൈറ്റിങ്ങും ഒക്കെ തന്നെയാണ്. നമ്മുടെ ഇത്തവണത്തെ സഫാരിയിൽ നമ്മൾ ടോട്ടൽ 5 സഫാരി എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരുപാട് സ്ഥലത്ത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ആനിമൽസിനെ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിരുന്നു. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നിർത്താനായിട്ട് നിന്നില്ല. നമുക്ക് ബെറ്റർ ആണെന്ന് തോന്നിയ ഫ്രെയിംസും അതുപോലെ നല്ല ലൈറ്റിങ്ങിലുള്ള വിഷ്വൽസും മാത്രമാണ് നമ്മൾ ഇത്തവണ പകർത്തിയിട്ടുള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണിച്ചിട്ടുള്ളതും ആനിമൽസിനെ തന്നെയാണ്. നമ്മൾ ഈ വണ്ടിയിൽ പോകുന്ന ഭാഗങ്ങൾ കാണിച്ചിട്ടുള്ളത് മാക്സിമം 5 മിനിറ്റ് താഴെ മാത്രമാണ്. അതുപോലെ തന്നെ ആനിമൽസിൻ്റെ ഒരുപാട് വിഷ്വൽസ് നമ്മൾ എടുക്കാണ്ടും വിട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇതുപോലുള്ള സഫാരികൾ വരുമ്പോൾ നമുക്ക് എത്രത്തോളം ആനിമൽസിനെ കാണാനായിട്ട് പറ്റും എന്നുള്ളത്. എന്തായാലും അതുപോലെ കാണാൻ പറ്റിയ കുറച്ച് നല്ല വിഷ്വൽസ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഈ കാണുന്നത് കാട്ടുമുയലാണ്. വൈൽഡ് റാബിറ്റ് അല്ല, ഇന്ത്യൻ ഹെയർ ആണ്. നമ്മുടെ ഇന്ത്യൻ കാടുകളിൽ പൊതുവെ റാബിറ്റിനെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. പകരം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇന്ത്യൻ ഹെയർ എന്ന് പറയുന്ന വിഭാഗത്തിലെ ഈ മുയലുകളാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് മാനുകളുടെ ഈ ഒരു കാഴ്ച കണ്ടത്. ഇവിടെ വളരെ കോമൺ ആയിട്ട് കാണുന്ന സ്പോട്ടഡ് ഡിയർ ആണെങ്കിലും ഈ പുല്ലുകളുടെ ഇടയിലൂടെ നടന്നു പോകുന്നത് ശരിക്കും ഒരു ഡ്രീമി എഫക്റ്റ് വരുന്നുണ്ടല്ലേ. ഇതേ പുല്ലിനകത്തൂടെ തന്നെ ഒരു കടുവ നമ്മുടെ നേരെ നടന്നു വരുന്നൊരു വിഷ്വൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് രസമായിരിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ച് മുന്നോട്ട് ചെന്നപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. നമ്മൾ ഈ കാണുന്ന പുല്ലായിട്ടുള്ളൊരു ഏരിയ ഉണ്ടല്ലേ, ഇവിടെ ഇത്രയും വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്നറിയോ?
നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ നേരെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ പുല്ലിനകത്ത് ഒരു കടുവ നിൽക്കുന്നുണ്ട്. കടുവേനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ പുല്ലിൻ്റെ ഇടയ്ക്ക് സാധനമുണ്ട്, കിട്ടുമെന്നറിയില്ല, ഒന്ന് ട്രൈ നോക്കാം. നമ്മൾ ഫുൾ ടൈം ഇതുപോലെ തന്നെ സഫാരിയിൽ എൻഗേജ്ഡ് ആണെങ്കിലും ഇതുപോലെ ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ക്യാമറയുടെ ട്രിക്സും ടിപ്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ നോളജ് ഷെയറിങ്ങിനൊപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമിൽ ഇത്രയും വണ്ടി വന്ന് ഇവിടെ നിറഞ്ഞത് നമ്മൾ അറിഞ്ഞില്ല. എന്തായാലും ഒരുപാട് വണ്ടികളും ഒരുപാട് ആളുകളും ഇപ്പോൾ ഈ ഒരു കടുവയെ നോക്കി ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന പുല്ലിനകത്ത് എവിടെയോ ഉണ്ട് ആള്. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കടുവയുടെ ചെവി കാണാനായിട്ട് പറ്റി. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ഏകദേശം ഒരു 5 മീറ്റർ ഗ്യാപ്പിലാണ് ഇപ്പോൾ ഈ കടുവ ഉള്ളത്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കടുവയെ ഇത്രയും അടുത്ത് ഈ പുല്ലിനകത്ത് കിട്ടിയത്. അങ്ങനെ കുറച്ചു നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം കടുവ പയ്യെ സൈഡിലേക്ക് നടന്നു തുടങ്ങി. ഈ ഒരു ഫ്രെയിം നോക്കിയേ, ആ ഉണങ്ങിയ പുല്ലിൻ്റെ അവിടെ കടുവയുടെ വാല് പൊങ്ങിയിരിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം ആള് പുല്ലിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് മാറി നേരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് വന്നു. തുറിയ ഗേറ്റിലെ നെക്സ്റ്റ് ഡോമിനൻറ്റ് മെയിലായിട്ട് വരാൻ ചാൻസ് ഉള്ള എക്സ് മാർക്ക് എന്ന് പറയുന്ന ഒരു മെയിൽ ടൈഗറാണ് നമ്മൾ ഈ കാണുന്നത്. ആളിങ്ങനെ നടന്നു വന്ന ടൈമിൽ ഇവിടെ ഒന്ന് കുറച്ചു നേരം നിന്നിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. കാരണം ആളെ നോക്കി ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. എന്തായാലും നമ്മുടെ ആഗ്രഹം പോലെ തന്നെ ആൾ കുറച്ചു നേരം അവിടെ കിടന്നു തന്നു. ഇതാ ഈ ഒരു വിഷ്വൽ ഒന്ന് നോക്കിയേ, കടുവയ്ക്ക് എത്രത്തോളം വാ തുറക്കാൻ പറ്റും എന്നുള്ളത് ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി കാണും. ഇത്രയും വാ തുറക്കാനായിട്ട് പറ്റുന്നത് കൊണ്ടാണ് നീൽഗായും അതുപോലെ കാട്ടിയും പോലുള്ള വലിയ ആനിമൽസിൻ്റെ എല്ലാം കഴുത്തിൽ ഇതിന് ഈസി ആയിട്ട് കടിക്കാനായിട്ട് പറ്റുന്നത്. എന്തായാലും ഈ കടുവയുടെ ഒരു ഗാംഭീര്യം അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. കാരണം കാട്ടിൽ കയറുന്ന ടൈമിൽ ഏത് ആനിമൽസിനെ കണ്ടാലും നമുക്ക് കടുവയെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ബുഷസിന്റെ അകത്ത് ഒളിച്ചിരുന്ന ടൈഗറിനെ തപ്പിയെടുത്തു. അടിപൊളിയായിട്ട് ടൈഗർ സൈറ്റിംഗ് കിട്ടി. കറക്റ്റായിട്ട് ആ ബുഷസിന്റെ ഇടക്കുന്ന വന്ന് കുറച്ച് നേരം നമുക്ക് വേണ്ടിയിട്ട് കിടന്നു. തൊട്ടടുത്ത് കിടക്കാൻ ജിപ്സിയുടെ തൊട്ടടുത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് ജസ്റ്റ് ഇറങ്ങിപ്പോയി നല്ലൊരു ഓപ്പണിൽ വന്ന് ഒന്ന് കിടന്നു വന്നു, രണ്ടും കണ്ടിട്ട് പോയി പുള്ളി. എന്തായാലും നല്ല അടിപൊളി ഷോട്ട്, അടിപൊളി ഷോട്ട്. അജിത്തെ ഹാപ്പി അല്ലേ? അങ്ങനെ നമ്മൾ പെഞ്ചില് സഫാരി ഒക്കെ കഴിഞ്ഞത് നമ്മുടെ ഗേറ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒപ്പം വന്നിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഹായ്, എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ്. കുറച്ച് നാളായി വൈൽഡ് ലൈഫിൽ. ആദ്യം മാക്രോയിലാണ്, ഇപ്പോഴാണ് ആനിമൽസിനെ ക്ലിക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്തായാലും രഞ്ജിത്തേൻ്റെ ചാനലിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് അടിച്ചേക്കണം. അതെ, അടുത്ത ആള് ഇത് ഈ ഒരു ട്രിപ്പിനായിട്ട് സിംഗപ്പൂരിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നേക്കണം, ഫ്ലൈറ്റ് എടുത്ത് വന്നേക്കുന്ന ആളാണ്. ഐ ആം ലിവിങ്സ്റ്റൺ. എൻ്റെ സ്ഥലം കന്യാകുമാരിയാണ്. സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്നു. ഇതെൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ്. ഒത്തിരി സൈറ്റ് സീൻ കിട്ടി. താങ്ക്സ് ഫോർ സം ബ്രോ. താങ്ക് യു. ക്യാമറ ഒന്നും ഇല്ലാണ്ട് വന്ന് ജസ്റ്റ് കാഴ്ച കാണാനായിട്ട് വന്നു. ഇവിടെ വന്ന് ക്യാമറയൊക്കെ എടുത്തത്, ക്യാമറ എല്ലാം ഷൂട്ട് ചെയ്ത് പഠിച്ച് ഇനി അടുത്ത വരവിന് പുട്ടൂറ്റിയും കൊണ്ടായിരിക്കണം പറഞ്ഞത്. സെറ്റ്. പിന്നെ അതെ നമ്മുടെ അജിത്താക്കം പെഞ്ച് ഫസ്റ്റ് ടൈം എന്നാ ചൊല്ലിയത്. നല്ല സൈറ്റിംഗ് ഉണ്ടായിരുന്നത്, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നല്ലപോലെ ടൈഗറും ലെപ്പേർഡും എല്ലാം കിട്ടി, കാട്ടുപട്ടി എല്ലാം കിട്ടി. കരടി ഈ കാട്ടിലില്ല, ഇല്ലായിരുന്നു, അതും കാണിച്ചു തരായിരുന്നു. കരടി മാത്രമാണ്. പക്ഷെ പുതിയതായിട്ട് കുട്ടിപ്പട്ടി ഒന്നും കണ്ടില്ലേ? ജാക്കൽ, അത് കുറുനരി, അതും കണ്ടു, എല്ലാം കണ്ടു. പിന്നെ അതെ നമ്മുടെ സ്വന്തം സരതി അരുൺ ബ്രോ. സെറ്റിൽ അരുൺ ബ്രോ. പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ ബെഞ്ച്? അടിപൊളിയല്ലേ. പ്രത്യേകിച്ചും സമ്മറും കൂടെ ആയതുകൊണ്ട് കാട് നല്ല ഡ്രൈ ആണ്. മേളിൽ കനോപ്പി മാത്രം ഗ്രീനും, താഴെ ആ അടിക്കാട് എല്ലാം ഉണങ്ങിക്കിടക്കുന്നുണ്ട്. നമുക്ക് ദൂരെ നല്ല വിസിബിലിറ്റി ഉണ്ട്. പെട്ടെന്ന് അങ്ങ് ദൂരെ ഇപ്പോൾ ചെറിയൊരു ജാക്കലൊക്കെ ആണെങ്കിലും നമുക്ക് ദൂരെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഞങ്ങളുടെ കൂടെ കാടൊക്കെ കയറണമെങ്കിൽ വൈൽഡ് ബീസിൻ്റെ കൂടെ കയറാൻ പറ്റുന്നതാണ്. അതെ, നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്കണം. അതെ, അപ്പോൾ അതിനകത്തായിരിക്കും നമ്മുടെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മൗഗ്ലിയുടെ സ്വന്തം കാടായിട്ടുള്ള പെഞ്ചിലെ കാഴ്ചകൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോ മൃഗസമ്പന്നമായിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനായിട്ട് മറക്കണ്ട. അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ദിസ് ഇസ് സാം.